ഹേ ഗായ്സ്, എല്ലാവർക്കും മല്ലു ഫിലിം സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2022 പുറത്തിറങ്ങിയ ലൈറ്റ്നിങ് അപ്പ് ദ സ്റ്റാർസ് എന്ന ചൈനീസ് മൂവിയെ കുറിച്ചാണ്. തല്ലിപ്പൊളിയായി നടക്കുന്ന നമ്മുടെ നായകന്റെയും കൂട്ടുകാരുടെയും ജീവിതത്തിലേക്ക് അനാഥയായ ഒരു കൊച്ചുകുട്ടി വരുവാണ്. പിന്നെ അവരുടെ ജീവിതം ആകെ മാറി മറിയുന്നു. അതെങ്ങനെയെന്ന് നമുക്ക് കാണാം. വീഡിയോക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇനി സബ് ചെയ്യാത്തവരാണെ സബ് ചെയ്യണേ. 1K ആവാൻ ഇനി കുറച്ച് സബ് കൂടി മതി. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മൂവി തുടങ്ങുമ്പോൾ ആദ്യം കാണിക്കുന്നത് സിവോണി എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടി അവളുടെ അമ്മൂമ്മയെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീപ്പിക്കുകയാണ്. എന്നാൽ അവളുടെ മുത്തശ്ശി മരിച്ചുപോയെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. അപ്പോഴേക്ക് ഫ്യൂണറൽ സർവീസ് നടത്തുന്ന സാൻമൈ അങ്ങോട്ടേക്ക് എത്തി. ഇവനാണ് ഈ സിനിമയിലെ നായകൻ. എന്തോ കേസിൽപ്പെട്ട് ഇവൻ ജയിലിലായിരുന്നു. ഇപ്പോഴാണ് പുറത്തിറങ്ങിയത്. അവൻ അവിടെ എത്തി ആ മുത്തശ്ശിയുടെ ശരീരമൊക്കെ വൃത്തിയാക്കിയ ശേഷം അടക്കം ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ശിവോണി അവിടെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. എന്റെ മുത്തശ്ശിയെ നീ എന്താടാ ചെയ്യുന്നതെന്നും പറഞ്ഞ് അവൾ അവനെ അടിക്കാനായി പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും അവളുടെ അങ്കിൾ വന്ന് അവളെ എടുത്തോണ്ട് പോയി. അങ്ങനെ സാൻമയുടെ ജോലിയൊക്കെ കഴിഞ്ഞ് അവൻ പോകാൻ ഇറങ്ങുന്ന നേരം ശിവോണിയുടെ ആന്റി വന്ന് അവനോട് പറയും മുത്തശ്ശിയുടെ കയ്യിൽ കിടന്ന മോതിരം കാണുന്നില്ലെന്ന്. ഇത് കണ്ട് ദേഷ്യം വന്ന് സാൻമൈ അവന്റെ ഡ്രസ്സെല്ലാം അയച്ചിട്ട് അവളോട് പറയും ഞങ്ങളെ സംശയമുണ്ടെങ്കിൽ പരിശോധിച്ച് നോക്കാൻ. അങ്ങനെ ശിവോണിയുടെ മുത്തശ്ശിയെ പട്ടിയിലാക്കി കൊണ്ടുപോവാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് അവൾ ഇരിക്കുവാണ്. അപ്പോഴേക്കും അടുത്ത വീട്ടിലൊരു പയ്യൻ വന്ന് അവളോട് പറയും നിന്റെ മുത്തശ്ശി ഉള്ളത് ആ പെട്ടിക്കകത്താണെന്നും കുറച്ച് കഴിയുമ്പോൾ അവരെല്ലാം കൂടെ അത് കത്തിച്ച് കളയുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന ശിവോണി ആവട്ടെ ആ പയ്യനിട്ടൊരു അടിയും കൊടുത്തിട്ട് ആ ശവപ്പെട്ടി കൊണ്ടുപോകുന്ന വണ്ടിയുടെ പുറകെ അവൾ ഓടും. അങ്ങനെ സാൻമയെ തിരിച്ച് നേരെ അവന്റെ വീട്ടിലേക്ക് വരും. അവൻ വീട്ടിലെത്തിയപ്പോഴിതാ അവന്റെ അച്ഛനും സഹോദരിയും അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവന്റെ അച്ഛന്റെ പേരിലാണ് ഈ ഫ്യൂണറൽ ബിസിനസ് നടത്തുന്നതും അവന്റെ വീടും എല്ലാം. അവന്റെ അച്ഛനായിരുന്നു മുമ്പ് ഈ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഇപ്പൊ അവൻ നടത്തുന്നു. ഈ വീടിന്റെയും ബിസിനസിന്റെയും എല്ലാം ഓണർഷിപ്പ് അവന്റെ പേരിലേക്ക് മാറ്റണമെങ്കിൽ നാളെ ID കാർഡുമായി ഓഫീസിലേക്ക് വരാൻ അവന്റെ അച്ഛൻ പറയുന്നു. അപ്പോഴേക്കും അവന്റെ ഫോണിലേക്ക് അവന്റെ ഗേൾഫ്രണ്ടിന്റെ മെസ്സേജ് വരുന്നു. അവൻ പെട്ടെന്ന് തന്നെ അവളെ കാണാൻ അങ്ങോട്ടേക്ക് പോകും. അവിടെ എത്തുമ്പോൾ അവൾ പറയും എനിക്ക് ഈ റിലേഷൻ കൊണ്ടുപോകാൻ താല്പര്യമില്ലെന്നും നമുക്ക് ബ്രേക്കപ്പ് ആവാമെന്നും. അപ്പോഴാണ് അകത്ത് റൂമിൽ നിന്ന് ഒരുത്തൻ ഇറങ്ങി വരുന്നത്. അവൾ അപ്പൊ തന്നെ അവനോട് പറയും ഇവനാണ് എന്റെ ബോയ് ഫ്രണ്ട്. നിന്നെ പോലെ ഒരുത്തന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ഞാനിപ്പോ പ്രഗ്നന്റുമാണ്. ഇനി ഞാൻ ഇവന്റെ കൂടെയാണ് ജീവിക്കാൻ പോകുന്നത്. സാൻമേ ജയിലിൽ പോയ സമയത്ത് അവൾ വേറെത്തനുമായി റിലേഷൻ ആയെന്ന് അവന് മനസ്സിലായി. അവൻ അപ്പൊ തന്നെ സങ്കടപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരും. അവൻ നേരെ അവന്റെ വീട്ടിലേക്ക് വരുമ്പോഴാണ് അവിടെ ശിവോണി നിൽക്കുന്നു. അവളാണെങ്കിൽ അവന്റെ വീട് എങ്ങനെയൊക്കെ കണ്ടുപിടിച്ച് അവിടെ എത്തിയതാണ്. അവൾ അവനോട് പറയും എന്റെ മുത്തശ്ശി താടാ എന്ന് പറയും. അപ്പോഴേക്കും ശിവോണിയുടെ അങ്കിള് വന്ന് അവളെ എടുത്തോണ്ട് പോകും. അങ്ങനെ അന്ന് രാത്രി സാൻമയും അവന്റെ ഫ്രണ്ടും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശിവോണി പിന്നെയും അങ്ങോട്ടേക്ക് വരുന്നത്. എന്റെ മുത്തശ്ശി എവിടെയാടാ? നീ എന്റെ മുത്തശ്ശി കൊണ്ടുവന്ന് ഞാൻ കണ്ടത്. എന്റെ മുത്തശ്ശി തായെന്ന് അവൾ അവനോട് പറയും. അപ്പോഴേക്കും ശിവോണിയുടെ അങ്കിള് പിന്നെ അങ്ങോട്ട് വന്ന് അവളെ കൊണ്ടുപോകാനായിട്ട് വരും. എന്നാൽ അവളാവട്ടെ മുത്തശ്ശി ഇല്ലാതെ ഞാൻ വരില്ലെന്ന് പറയും. അപ്പോഴേക്കും അവളുടെ അങ്കിള് പറയും എനിക്ക് ഫ്ലൈറ്റിന് നേരമായി ഇപ്പൊ തന്നെ പോയേ പറ്റൂ. നിങ്ങൾക്ക് കുറച്ച് ദിവസം ഇവളെ ഒന്ന് നോക്കാൻ പറ്റുമോ? ഞാൻ ക്യാഷ് എത്രാന്ന് വെച്ചാൽ തരാമെന്ന് പറഞ്ഞ് ക്യാഷും കൊടുക്കും. ക്യാഷ് കണ്ടതും സാൻമയുടെ ഫ്രണ്ട് അപ്പോ തന്നെ അതിന് സമ്മതിക്കും. എന്നാൽ സാൻമയ്ക്കാകട്ടെ അതിന് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അപ്പോഴേക്കും അവന്റെ ഫ്രണ്ട് പറയും ഇവളൊരു കൊച്ചു കുട്ടിയല്ലേ, ഇവളെ നോക്കാൻ വലിയ ചെലവൊന്നും ആവശ്യമില്ല. അങ്ങനെ സാൻമയുടെ ഫ്രണ്ട് അവൾക്ക് ഫുഡൊക്കെ കൊടുക്കും. എന്നിട്ട് അവളോട് ചോദിക്കും നീ എങ്ങനെ ഞങ്ങളുടെ ഈ സ്ഥലം കണ്ടുപിടിച്ചതെന്ന്. അപ്പൊ അവളാണെങ്കിൽ അവളുടെ വാച്ച് കാണിച്ചു കൊടുക്കും. അവൾ വാച്ചിൽ ആന്മാരുടെ വണ്ടിയുടെ ഫോട്ടോ എടുത്തായിരുന്നു. അത് വെച്ച് അന്വേഷിച്ചാണ് അവൾ ഇവിടെ എത്തിയതെന്ന് പറയും. എനിക്കാകെ ബോറടിക്കുന്നു, നമുക്ക് എന്തെങ്കിലും കളിക്കാമെന്ന് ശിവോണി അവരോട് പറയുന്നു. അങ്ങനെ അവരെല്ലാരും കൂടെ ഇരുന്ന് കളി തുടങ്ങുന്നു. ശിവോണി ആവട്ടെ ഒരു മോതിരം അവിടെ വെച്ചിട്ട് പറയും ജയിക്കുന്ന ആൾക്ക് ഞാൻ ഈ മോതിരം തരാമെന്ന്. അപ്പോഴാണ് സാൻമൈ അവളോട് ചോദിക്കുന്നത് അത് ശരി, അപ്പൊ നിന്റെ മുത്തശ്ശിയുടെ മോതിരം നീ അല്ലേ അടിച്ചു മാറ്റിയത്? അവൾ പറയും ഞാൻ അടിച്ചു മാറ്റിയൊന്നുമല്ല, മുത്തശ്ശി എനിക്ക് തന്നതാ. അങ്ങനെ അവർ കളി തുടങ്ങും. എന്നാൽ എത്ര കളിച്ചിട്ടും ശിവോണിയെ തോപ്പിക്കാൻ അവിടെയുള്ളവർക്ക് ആർക്കും പറ്റിയില്ല. അങ്ങനെ ശിവോണി പറയും ജയിച്ച് ഞാൻ ബോറടിച്ചു, നിങ്ങൾക്കൊന്നും കളിക്കാൻ അറിയില്ലെന്നും പറഞ്ഞ് അവൾ പോയി കിടന്നുറങ്ങും. അങ്ങനെ രാത്രി ഉറങ്ങി കിടക്കുമ്പോഴാണ് നമ്മുടെ സാൻമയുടെ മുഖത്തേക്ക് എന്തോ വെള്ളം വന്ന് വീഴുന്നത് അവൾ ശ്രദ്ധിക്കുന്നത്. അത് മറ്റൊന്നും അല്ലായിരുന്നു, ശിവോണി അവന്റെ മുകളിലത്തെ ബെഡിൽ കിടന്ന് മൂത്രമൊഴിച്ചതായിരുന്നു. അത് മനസ്സിലായതും അവൻ ഉറക്കമണിട്ട് അവളെ കുറെ വഴക്ക് പറയും. എന്നിട്ട് അവൾ കിടന്ന ബെഡെല്ലാം എടുത്തുകൊണ്ടുപോയി അവൻ വാഷിംഗ് മെഷീനിലിടും. എന്നിട്ട് അവളോട് പറയും നീ ഇത്രയും വളർന്ന കുട്ടിയല്ലേ, നിനക്ക് ബാത്റൂമിൽ പൊക്കിയോടെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ആ ബാത്റൂമിന്റെ മുമ്പിൽ 2 പാവ ഇരിക്കുന്നു, എനിക്കത് കണ്ടാ പേടിയാവും, അതുകൊണ്ടാ പോവാത്തേന്ന് പറയും. അവൻ അപ്പൊ തന്നെ ആ പാവ 2 എടുത്തു മാറ്റും. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഉറക്കമണിക്കുന്ന സാൻമയ്ക്ക് അവന്റെ അച്ഛന്റെ കോൾ വരും. ഓണർഷിപ്പിന് വേണ്ട ഡോക്യുമെന്റ്സ് എല്ലാം വേഗം എടുത്തോണ്ട് വാ എന്ന് പറയും. അപ്പോഴാണ് അവൻ അത് ഓർക്കുന്നത്. ഇന്നലെ ശിവോണി കിടന്ന ബെഡിന്റെ അടിയിലാണ് അവൻ അതെല്ലാം വെച്ചിരുന്നത്. അതൊന്നും ഓർക്കാതെയാണ് അവൻ ആ ബെഡെല്ലാം എടുത്തോണ്ട് പോയി വാഷിംഗ് മെഷീനിൽ ഇട്ടത്. അതുകൊണ്ട് തന്നെ ആ ഡോക്യുമെന്റ്സ് എല്ലാം നശിച്ചു പോയി. ഇനി പുതിയതെണ്ണം അപ്ലൈ ചെയ്യാൻ 1 മാസം എടുക്കുമെന്ന് അവർ പറയും.
അപ്പോഴാണ് അവന്റെ ഫ്രണ്ട് ഹോസ്പിറ്റലിലേക്ക് വാ എന്ന് പറഞ്ഞ് അവനൊരു കോൾ വരുന്നത്. അവൻ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലും. ആ കുട്ടിയുടെ ഫ്യൂണറൽ കാര്യങ്ങളെല്ലാം അവർ ചെയ്തോളാന്ന് പറഞ്ഞ് സാൻമയുടെ ഫ്രണ്ട് ആ കുട്ടിയുടെ അച്ഛന്റെ പുറകെ നടക്കും. എന്നാൽ ആ കുട്ടിയുടെ അച്ഛനാവട്ടെ അതിനൊന്നിനും സമ്മതിക്കില്ല. അപ്പോഴാണ് സാൻമയ്ക്ക് ഒരു ബുദ്ധി തോന്നുന്നത്. അവൻ ശിവോണിയോട് പറയും, ഞാൻ പറയുന്നതൊക്കെ കേട്ട് നീ അതുപോലെ അനുസരിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ നിന്റെ മുത്തശ്ശിയെ കാണിച്ചു തരാമെന്ന് പറയും. അങ്ങനെ സാൻമയാവട്ടെ ശിവോണിയും കൂട്ടി ആ മരിച്ചുപോയ കുട്ടിയുടെ അച്ഛന്റെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് അയാളോട് പറയും, ഇതെന്റെ മകളാണ്, നിങ്ങളുടെ മരിച്ചുപോയ മകളുടെ അതേ പ്രായമാണ് ഇവൾക്കും. എനിക്ക് ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് ഇവളുടെ അമ്മ ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയി. നിങ്ങളുടെ മകളെ കണ്ടപ്പോൾ എനിക്ക് എന്റെ മകളെയാണ് ഓർമ്മ വന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യാൻ തയ്യാറായത്, അല്ലാതെ കാശിന് വേണ്ടിയിട്ടൊന്നുമല്ല. ഇതെല്ലാം കേട്ടതും അയാൾ ഫ്ലാറ്റായി അയാൾ അതിന് സമ്മതിക്കും. അങ്ങനെ മരിച്ചുപോയ കുട്ടിയുടെ മരണാന്തര ചടങ്ങുകളെല്ലാം അവിടെ നടക്കുമായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ശിവോമി കാറിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് അവൾ ആ ശവപ്പെട്ടി ശ്രദ്ധിച്ചത്. ഇതുപോലൊരു ശവപ്പെട്ടിയിൽ തന്നെയാണ് അവളുടെ മുത്തശ്ശിയും കൊണ്ടുപോയെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ അപ്പോൾ തന്നെ കാറിൽ നിന്ന് ഇറങ്ങി ഓടി നേരെ അവിടേക്ക് ചെന്ന് ആ ശവപ്പെട്ടിയുടെ അടുത്ത് ചെന്ന് മുത്തശ്ശി മുത്തശ്ശി എന്ന് വിളിക്കും. എന്നിട്ട് അവിടെയെല്ലാം അവൾ ആകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ശവസംസ്കാരം നടക്കുന്ന അതിന്റെ നടത്തിപ്പുകാരൻ ഈ കുട്ടി നിങ്ങളുടെയാണെന്നും അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം വേണ്ടി നിങ്ങൾ ഫൈൻ അടയ്ക്കണമെന്നും പറയുന്നു. സാൻമയ നേരെ പോയി ശിവോണിയെ വഴക്ക് പറയും. ഞാൻ എങ്ങനെയും കഷ്ടപ്പെട്ടാണ് ജീവിച്ചു പോകുന്നത്, നീ എന്റെ ജീവിതം തകർക്കാനാണോ എന്റെ ജീവിതത്തിലേക്ക് വന്നതെന്ന് അവൻ ചോദിക്കും. അപ്പോഴേക്കും അവളാകട്ടെ എന്റെ മുത്തശ്ശി താടാ എന്ന് അവനോട് പറയും. ദേഷ്യം വന്ന് അവൻ അവളോട് പറയും, നിന്റെ മുത്തശ്ശി മരിച്ചുപോയി, ദേ ആ കാണുന്ന പുകയില് അതുപോലെ തന്നെ നിന്റെ മുത്തശ്ശിയും കത്തിച്ചു കളഞ്ഞു, നിന്റെ മുത്തശ്ശി ഒരിക്കലും ഇനി തിരിച്ചു വരില്ലെന്നും പറയും. ഇതെല്ലാം കേട്ട് ശിവൻ കരയാൻ തുടങ്ങും. അങ്ങനെ അന്ന് രാത്രി സാൻമയുടെ ഫ്രണ്ട് വന്ന് അവളോട് പറയും, മരിച്ചുപോയ നിന്റെ മുത്തശ്ശി നക്ഷത്രമായി മാറിയെന്നും നിനക്ക് നിന്റെ മുത്തശ്ശിയെ കാണാൻ തോന്നിയാൽ നക്ഷത്രത്തെ നോക്കിയാൽ മതിയെന്നും പറയും. അങ്ങനെ അന്ന് രാത്രി ഉറക്കമണിങ്ങ് സാൻമയെ നോക്കുമ്പോൾ ശിവനെ അവിടെ അങ്ങും കാണില്ല. അപ്പോഴാണ് അവൻ അത് കണ്ടത്. അവൾ പുറത്തിരുന്ന് നക്ഷത്രത്തെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവളുടെ വാച്ചിൽ അവളുടെ മുത്തശ്ശിയുടെ വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കേട്ടുകൊണ്ട് അവൾ അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഉറക്കമണിക്കുന്ന സാൻമയെ കാണുന്നത് അന്നൊരു കുട്ടി മരിച്ചുപോയില്ലേ, ആ കുട്ടിയുടെ ചിതാഭസ്മം അവരുടെ പേരൻസിന് കൊടുക്കാൻ വേണ്ടി അവൻ അവരുടെ വീട്ടിൽ വെച്ചിരിക്കുകയായിരുന്നു. അതിനകത്താവട്ടെ ശിവോണിയെല്ലാം പടം വരച്ചു വെച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ അവനാകെ ടെൻഷനായി അവൻ അവളെ കുറെ വഴക്ക് പറയും. അപ്പോഴാണ് പെട്ടെന്ന് ആ മരിച്ചുപോയ കുട്ടിയുടെ പേരൻസ് അത് കൊണ്ടുവരാൻ അവനെ വിളിച്ചു പറയുന്നത്. അവൻ ശിവോണിയെ കൂട്ടി നേരെ അവർക്ക് കൊടുക്കാനായി അങ്ങോട്ടേക്ക് പോകും. എന്നിട്ട് ശിവോണിയോട് പറയും, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എങ്ങനെയാണ് നാണം കെടാൻ പോകുന്നത്, നീ ഇവിടെ ഇരുന്ന് കണ്ടോ എന്ന് അവളോട് പറയും. എന്നിട്ട് മനസ്സില്ലാ മനസ്സോടെ അവർക്ക് അതുകൊണ്ട് കൊടുക്കും. അത് കണ്ടതും അവർക്ക് ഒരുപാട് സന്തോഷമാവും. കാരണം അവരുടെ മരിച്ചുപോയ മകൾക്ക് ഡ്രോയിങ് വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അത് കണ്ട് ഒരുപാട് സന്തോഷമായി. ആ മരിച്ചുപോയ കുട്ടിയുടെ അമ്മ വന്ന് ശിവോണിയെ കെട്ടിപ്പിടിക്കും. അങ്ങനെ ഇതിന്റെ സന്തോഷത്തിൽ സാൻമ ശിവോണിക്ക് കുറെ ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കും. അങ്ങനെ അവർ ആ വീട്ടിൽ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് ശിവോണിയുടെ അങ്കിൾ അവനെ ഫോൺ വിളിച്ചു പറയുന്നത് അവളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ. എന്നാൽ അവരുടെ വീട്ടിൽ എത്തുമ്പോഴാട്ടെ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുകയാണ്. സത്യം പറഞ്ഞാൽ ശിവോണിയുടെ ആന്റിക്ക് അവളെ നോക്കാൻ ഒട്ടും താല്പര്യമില്ല. ഇതെല്ലാം കണ്ട സാൻമയാവട്ടെ നേരെ ചെന്ന് അവളുടെ ആന്റിയോട് പറയും അവളെ നല്ലോണം നോക്കണമെന്ന്. ദേഷ്യം വന്ന് അവൾ ആന്റി ആവട്ടെ അവനോട് പറയും, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ നോക്കും, അവളെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നീ തന്നെ കൊണ്ടുപോയി നോക്കിക്കോ എന്ന് പറയും. ഇതെല്ലാം കേട്ട് ശിവോൺ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവൻ അവളോട് ചോദിക്കും, നിനക്ക് ഞങ്ങളെ കൂടെ വരണോ അതോ ഇവിടെ നിൽക്കണോ എന്ന്. അത് കേട്ടപ്പോൾ തന്നെ ശിവോൺ ഓടി വന്ന് സാൻമയുടെ കയ്യിൽ വന്ന് പിടിക്കും. അങ്ങനെ അവർ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അവന്റെ ഫ്രണ്ട് അവനെ കുറെ വഴക്ക് പറയും. കാശ് പോലും വാങ്ങാതെ നമ്മൾ ഇവളെ എങ്ങനെ നോക്കാനാണ്. സാൻമയ്ക്കാവട്ടെ അവന്റെ ഉള്ളിൽ അവളെ ഒരുപാട് ഇഷ്ടമാണ്, അവനത് പുറത്ത് കാണിക്കില്ല. പക്ഷെ അങ്ങനെ നേരെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അവന്റെ അച്ഛനും സഹോദരിയും അവിടെ നിൽക്കുന്നത്. ഇന്നലെ ഫ്യൂണറൽ ചടങ്ങിനിടെ നടന്ന പ്രശ്നങ്ങളെല്ലാം അയാൾ അറിഞ്ഞിരുന്നു. നിന്നെ കാരണം എനിക്കും ചീത്തപ്പേരുണ്ടായി എന്നും പറഞ്ഞ് അവന്റെ അച്ഛൻ അവനെ അടിക്കാൻ തുടങ്ങും. എന്നാൽ ശിവോണി ആകട്ടെ വന്ന് അവനെ അടിക്കല്ലേ എന്ന് പറയും. ഈ വീടും ഓഫീസും ഒന്നും നിനക്ക് ഒരിക്കലും തരാൻ പോണില്ലെന്നും മര്യാദയ്ക്ക് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണമെന്നും അവന്റെ അച്ഛൻ അവനോട് പറയും. ഞാൻ ഉടനെ തന്നെ കാശ് തന്ന് ഈ വീട് ഞാൻ വാങ്ങിച്ചോളാമെന്ന് അവൻ അവന്റെ അച്ഛനോട് പറയും. അങ്ങനെ അടുത്ത ദിവസം ശിവോണി ആണെങ്കിൽ പാർക്കിൽ കളിച്ചോണ്ടിരിക്കുമ്പോൾ പ്രായമായ ഒരു അപ്പൂപ്പനെ പരിചയപ്പെടും. അങ്ങനെ ആ അപ്പൂപ്പനെയാണെങ്കിൽ ശിവോണി സാൻമയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. അയാളാണെങ്കിൽ അവനോട് പറയും, എനിക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്റെ ഫ്യൂണറൽ നടത്തണം. ഞാൻ മരിച്ചു കഴിയുമ്പോൾ ആരൊക്കെ വരുമെന്നും ആരൊക്കെ കരയുമെന്നും അതെങ്ങനെ ഉണ്ടാവുമെന്നും എനിക്കൊന്ന് അറിയണം. മരിച്ചു കഴിഞ്ഞാൽ എനിക്കിതൊന്നും അറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എനിക്കിതെല്ലാം അറിയണം. നിങ്ങൾക്ക് പണം എത്ര വേണമെങ്കിലും തരാമെന്ന് പറയും. പിന്നീട് അയാൾ കുറെ പണം തരാമെന്ന് പറഞ്ഞപ്പോൾ അവൻ അതിന് സമ്മതിച്ചു. അങ്ങനെ അയാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി അയാളുടെ മരണാന്തര ചടങ്ങുകൾ വളരെ രാജകീയമായ രീതിയിൽ ഒരുക്കി കൊടുത്തു. എന്നാൽ
എന്നാൽ അപ്പോഴേക്കും ആ അപ്പൂപ്പന്റെ യഥാർത്ഥ മക്കൾ അങ്ങോട്ട് വരികയും അവിടെ ആകെ പ്രശ്നമുണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ അവരുടെ മക്കൾ വന്ന് സാൻവയെയും അവന്റെ കൂട്ടുകാരെയും പോലീസിൽ ഏൽപ്പിച്ചു. എന്നാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സാൻവയും കൂട്ടുകാരെയും പോലീസ് വെറുതെ വിട്ടു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ആ അപ്പൂപ്പൻ അവിടെ ഇരിക്കുന്നത് അവൻ കാണുന്നത്. അയാൾ അവനോട് പറയും ഷിവോണിന്റെ മരിച്ചുപോയ മുത്തശ്ശി തന്റെ ഫ്രണ്ടാണെന്നും ഷിവോൺ വന്ന് അയാളോട് പറഞ്ഞു സാൻമയ്ക്ക് കാശിന്റെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നും അതുകൊണ്ട് അവനെ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന്. അതുകൊണ്ട് അവൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ നീ അവളെ നല്ലതുപോലെ നോക്കണേ എന്ന് ആ അപ്പൂപ്പൻ സാൻമയോട് പറയും. അങ്ങനെ സാൻമയ നേരെ വീട്ടിലേക്ക് വന്നപ്പോഴാണ് അവന്റെ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. അവന്റെ അച്ഛൻ വന്ന് അവിടുത്തെ സാധനങ്ങളെല്ലാം അടിച്ചു പൊട്ടിക്കും. കാരണം എന്തെന്നാൽ കുറച്ചു മുമ്പ് നടന്ന പ്രശ്നങ്ങളെല്ലാം അവന്റെ അച്ഛൻ അറിഞ്ഞിരുന്നു. എന്നിട്ട് അവന്റെ അച്ഛനാവട്ടെ സാൻമയെ അടിക്കാൻ വരുമ്പോൾ ശിവോണി വന്ന് മുമ്പിൽ നിന്നിട്ട് ഞാനാണ് എല്ലാത്തിനും കാരണം, ഞാൻ പറഞ്ഞിട്ടാ അവൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയും. അങ്ങനെ അന്ന് രാത്രി കിടക്കുമ്പോഴാണ് ശിവോണി കരയുന്നത് സാൻമയ കാണുന്നത്. എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ഞാൻ കാരണമാണ് ഇന്ന് നിനക്ക് ഇത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന്. അതുമാത്രവുമല്ല ഇന്നത്തെ പ്രശ്നങ്ങൾക്കിടയിൽ അവളുടെ വാച്ച് പൊട്ടിപ്പോയി. അവൻ പറയും നിനക്ക് പുതിയൊരു വാച്ച് ഞാൻ വാങ്ങിത്തരാമെന്ന്. അവൾ പറയും എനിക്ക് പുതിയ വാച്ചൊന്നും വേണ്ട, ഇതിലെന്റെ മുത്തശ്ശിയുടെ സൗണ്ട് ഉണ്ട്, എനിക്ക് ആ സൗണ്ട് കേട്ടാൽ മതിയെന്നും അവൾ പറയും. ആ വാച്ച് എങ്ങനെയെങ്കിലും നിനക്ക് ഞാൻ ശരിയാക്കി കൊണ്ടു തരാമെന്ന് സാൻമയ് അവളോട് പറയും. അങ്ങനെ അടുത്ത ദിവസം രാവിലെ വീടിനടുത്തുള്ള കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുന്നത് അവൻ കാണും. അപ്പോഴാണ് ശിവോണിയെ സ്കൂളിൽ വിടണമെന്ന് അവന് തോന്നുന്നത്. അവൻ നേരെ ചെന്ന് ശിവോണിയുടെ അങ്കിളിന്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയും. എന്നാൽ ശിവോണിയുടെ അങ്കിൾ പറയും ശരിയാണ്, ഞാൻ ശിവോണിയുടെ അമ്മയുടെ സഹോദരനാണ്. എന്നാൽ അവളുടെ അച്ഛൻ ആരാണെന്നോ അവളുടെ അമ്മ ഇപ്പോൾ എവിടെയുണ്ടെന്നോ ഒന്നും തന്നെ എനിക്കറിയില്ല. നിനക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണെങ്കിൽ നീ അവളെ ദത്തെടുത്തോ എന്ന് അയാൾ അവനോട് പറയും. അത് കേട്ടതും അവൻ അവളെ ദത്തെടുത്തോളാമെന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോയി ഓഫീസിലേക്ക് ചെന്ന് ദത്തെടുക്കാനുള്ള നിയമങ്ങൾ എങ്ങനെയെന്ന് അന്വേഷിക്കുമ്പോഴാണ് സിംഗിൾ പേരന്റിന് ദത്തെടുക്കാൻ പറ്റില്ല, കല്യാണം കഴിഞ്ഞ ഒരാണിനും പെണ്ണിനും മാത്രമേ കുഞ്ഞിനെ ദത്തെടുക്കാനുള്ള നിയമമുള്ളെന്ന് പറയും. അങ്ങനെ ഇക്കാര്യങ്ങളെല്ലാം പറയാനായി അവൻ അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് ചെല്ലും. അപ്പോഴാണ് അവന്റെ ഫ്രണ്ട്സ് അക്കാര്യം അവനോട് പറയുന്നത്. അവന്റെ ഫ്രണ്ടായ അവർ രണ്ടുപേരില്ലേ അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്നും അവനറിയാതെ അവരത് സീക്രട്ടായിട്ട് വെച്ചിരിക്കുകയായിരുന്നെന്നും അത് മാത്രവുമല്ല അവരുടെ രജിസ്റ്റർ മാരേജും കഴിഞ്ഞെന്ന് അവനോട് പറയും. ഇതെല്ലാം കേട്ടതും സാൻമയ്ക്ക് ഒരു ഐഡിയ തോന്നും. അതുകൊണ്ട് തന്നെ ശിവോണിനെ അവൻ ഇവരെ രണ്ടുപേരെയും കൊണ്ട് ദത്തെടുപ്പിക്കും. ദത്തെടുത്തത് അവരാണെങ്കിലും ശിവോണിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് സാൻമയ് തന്നെയാണ്. അങ്ങനെ ശിവോണിനെ അവർ സ്കൂളിലൊക്കെ വിടാൻ തുടങ്ങി. സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് അവൾക്ക് പുതിയൊരു വാച്ച് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ആ വാച്ചിലാവട്ടെ അവളുടെ മുത്തശ്ശിയുടെ സൗണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾ ആകെ സങ്കടത്തിലാവും. അങ്ങനെ സന്തോഷത്തോടെ ശിവോണിയും സാൻമയും ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ദിവസം സാൻമയുടെ പഴയ ഗേൾഫ്രണ്ട് അവനെ കാണാൻ വരുന്നത്. അവളുടെ ഭർത്താവ് മദ്യപിച്ച് ഏതോ ട്രക്കിനടിയിൽപ്പെട്ട് മരിച്ചുപോയെന്നും അവന്റെ ശരീരം പീസ് പീസായി പോയത് കൊണ്ട് തന്നെ ആ ശവസംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി എല്ലാരും വലിയ തുക ചോദിക്കുന്നുവെന്നും നീ വന്ന് അത് ചെയ്തു തരണമെന്നും അവന്റെ എക്സ് ഗേൾഫ്രണ്ട് അവനോട് പറയുന്നു. എന്നാൽ അവനാവട്ടെ അത് പറ്റില്ലെന്ന് അപ്പോൾ തന്നെ പറയും. എന്നാൽ അവളാകട്ടെ പോകാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ അവന്റെ കരച്ചിൽ കണ്ട് മനസ്സിലു തോന്നിയ നമ്മുടെ സാൻമയാകട്ടെ ആ ചടങ്ങുകൾ താൻ ഏറ്റെടുത്ത് ചെയ്തോളാമെന്ന് പറയും. എന്നാൽ പല പീസായി പോയ ആ ശരീരങ്ങളൊന്നും തുന്നിച്ചേർക്കാൻ അവൻ അറിയത്തില്ലായിരുന്നു. ഇതെല്ലാം ചെയ്യാൻ അവന്റെ അച്ഛൻ അറിയാമായിരുന്നു. എന്നാൽ അവന്റെ അച്ഛനോട് ഈ സഹായം ചോദിച്ച് അങ്ങോട്ട് ചെല്ലാൻ അവന് നല്ല പേടിയായിരുന്നു. എന്നാൽ ഇതെല്ലാം കേട്ടുന്ന ശിവോണി പറയും എനിക്ക് നിന്റെ അച്ഛനെ ഒരു പേടിയില്ല, നീ വാ, ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് ശിവോണി സാൻമയം കൂട്ടിക്കൊണ്ട് അവന്റെ അച്ഛന്റെ അടുത്തേക്ക് പോകും. അങ്ങനെ ശിവോണി ചെന്ന് അവന്റെ അച്ഛനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കും. അങ്ങനെ സാൻവയും അവന്റെ അച്ഛനും കൂടി സംസാരിച്ച് അവന്റെ അച്ഛൻ അതിൽ അവനെ സഹായിക്കാമെന്ന് പറയും. അങ്ങനെ അവൻ അവന്റെ അച്ഛനോടൊപ്പം ആ ശവസംസ്കാരങ്ങൾ നടത്താൻ വേണ്ടി ആ ശരീരം വെച്ചിരുന്ന സ്ഥലത്തേക്ക് എത്തും. എന്നാൽ ചിന്നി ചിതറിക്കിടക്കുന്ന ആ ശരീരം കണ്ടത് സാൻവ ഛർദ്ദിക്കുമെങ്കിലും അവന്റെ അച്ഛൻ അവനെ കൊണ്ട് നിർബന്ധിച്ച് ആ ജോലിയെല്ലാം അവൻ ഭംഗിയായി പൂർത്തിയാക്കും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം സാൻവയുടെ അച്ഛന് സുഖമില്ലാതെയാകുകയും അയാൾ ഹോസ്പിറ്റലാകുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം സാൻവയും ശിവോണും ഒരുപാട് അടുത്തിരുന്നു. അവർക്ക് രണ്ടുപേർക്കും അവർ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം സ്കൂളിൽ പോയിട്ട് വരുന്ന ശിവോണിന് സർപ്രൈസ് ആയി ബർത്ത്ഡേ പാർട്ടി അറേഞ്ച് ചെയ്യുകയും അവളുടെ മരിച്ചുപോയ മുത്തശ്ശിയുടെ വോയിസ് ആ വാച്ചിൽ നിന്ന് എങ്ങനെയൊക്കെ വീണ്ടെടുത്ത് അതൊരു പാവക്കുട്ടിയിലാക്കി അതവൻ അവൾക്ക് സമ്മാനിക്കും. വീണ്ടും അവളുടെ മുത്തശ്ശിയുടെ സൗണ്ട് കേട്ടി അവൾ കരയാൻ തുടങ്ങും. അങ്ങനെ സന്തോഷത്തോടെ അവർ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ദിവസം ശിവോണിയുടെ അങ്കിൾ അങ്ങോട്ട് വന്നിട്ട് അവനോട് പറയും ഇതാണ് എന്റെ സഹോദരി, അതായത് ശിവോണിയുടെ അമ്മ. അവൾ മരിച്ചെന്ന് കരുതിയാണ് ഞാൻ ഇരുന്നത്, എന്നാൽ ഇവൾ മരിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ഇതെല്ലാം കേട്ടത് സാൻമയാകട്ടെ അവർ പറയുന്നതൊന്നും മൈൻഡ് ചെയ്യാതെ നടന്നു പോകും. നിങ്ങൾക്ക് ഇപ്പൊ എന്ത് വേണമെന്നാ നിങ്ങൾ ഈ പറയുന്നത്? ഇത് കേട്ടതും ആ പെണ്ണ് അവനോട് പറയും അത് എന്റെ മകളാണ്, അവളെ എനിക്ക് തിരിച്ചു തരുമെന്ന്. എന്നാൽ ഇതെല്ലാം കേട്ട സാൻമയ അവരോട് പറയും ഇത്രയും നാൾ നിങ്ങൾ എവിടെയായിരുന്നു? അവളെ ഒരിക്കലും നിങ്ങൾക്ക് തിരികെ തരാൻ ഞാൻ
ഞാൻ പോണില്ലെന്നും. എന്നാൽ അന്ന് രാത്രി ആ സ്ത്രീ വീണ്ടും അവന്റെ വീട്ടിലേക്ക് എത്തി. എന്നിട്ട് കരഞ്ഞുകൊണ്ട് അവനോട് തന്റെ മകളെ തനിക്ക് തരണമെന്ന് പറഞ്ഞു. ഒരു കേസിൽപ്പെട്ട് അവർ ജയിലിലായി പോയെന്നും അതുകൊണ്ടാണ് തന്റെ മകളെ ഇത്രയും നാൾ കാണാൻ വരാഞ്ഞതെന്നും അവർ അവനോട് പറഞ്ഞു. എന്നാൽ അവരുടെ കണ്ണീര് അധിക നേരം കണ്ണോണ്ടിക്കാൻ സാൻമയ്ക്കായില്ല. സാൻമയുടെ മനസ്സലിഞ്ഞ് അവളെ വിട്ടുകൊടുക്കാൻ അവൻ തീരുമാനിക്കും. എന്നാൽ മനസ്സുകൊണ്ട് അവൻ അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവളെ വിട്ടുകൊടുക്കാൻ അവൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അങ്ങനെ അന്ന് രാത്രി ശിവോൺ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവളെയും എടുത്ത് അവളെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് അവളെ അമ്മയ്ക്ക് കൊടുക്കും. എന്നാൽ കാറിൽ കയറി കഴിയുമ്പോഴാണ് അവൾ പെട്ടെന്ന് ഉറക്കം എഴുന്നേൽക്കുന്നത്. നിങ്ങൾ ആരാണെന്ന് അവൾ ചോദിക്കുമ്പോൾ അവർ പറയും, ഞാൻ നിന്റെ അമ്മയാണെന്ന്. എനിക്ക് നിങ്ങളെയൊന്നും വേണ്ട, എനിക്ക് സാൻമയെ മതിയെന്നും പറഞ്ഞ് അവൾ കാറിൽ കിടന്ന് കരയാൻ തുടങ്ങും. എന്നാൽ അപ്പോഴേക്കും കാർ വിട്ടുപോയിരുന്നു. അവൾ കാറിൽ കിടന്ന് കരയാൻ തുടങ്ങി. അവളുടെ കരച്ചിൽ സഹിക്കാൻ വയ്യാതെ സാൻമയ ആ കാറിന് പുറകെ കുറെ നേരം ഓടി. ശിവോൺ പോയതോടെ സാൻമയ ആകെ സങ്കടത്തിലായി. അപ്പോഴേക്കാണ് അവന്റെ ഫ്രണ്ട്സ് രണ്ടുപേരും അങ്ങോട്ടേക്ക് വരുന്നത്. അവളുടെ നിയമപരമായുള്ള പേരൻസ് ഞങ്ങൾ രണ്ടുപേരുമാണെന്നും നീ ആരോട് ചോദിച്ചിട്ടാ കുട്ടിയെ അവർക്ക് കൊടുത്തതെന്നും അവർ അവനോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. അങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന അവന്റെ അടുത്തേക്കാണ് അടുത്തൊരു കോൾ വരുന്നത്. അവന്റെ അച്ഛൻ മരിച്ചുപോയി എന്നായിരുന്നു അത്. അങ്ങനെ ഇതും കൂടി ആയപ്പോൾ അവൻ ആകെ തകർന്നുപോയി. എന്നാൽ മരിക്കുന്നതിന് മുമ്പ് അവന്റെ അച്ഛൻ ഒരു കത്തെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്റെ മരണാന്തര ചടങ്ങുകൾ വളരെ സിമ്പിളായിട്ട് മതി, ആവശ്യമില്ലാതെ കാശൊന്നും ചെലവാക്കരുത് എന്നായിരുന്നു അതിലുണ്ടായിരുന്നത്. അത് മാത്രവുമല്ല അയാളുടെ ചിതാഭസ്മം ആകാശത്ത് പറത്തണം എന്നായിരുന്നു അയാളുടെ ആഗ്രഹം. അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ചിതാഭസ്മം അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ താഴ്മയാവട്ടെ ആ ചിതാഭസ്മം അവന്റെ ചേച്ചിയുടെ അടുത്തുനിന്ന് തട്ടിപ്പറിച്ച് വാങ്ങി ഓടും. അവന്റെ ചേച്ചിയാവട്ടെ അവനെ പിറകെ ഫോളോ ചെയ്തു പോകും. അങ്ങനെ വീട്ടിലെത്തി സാൻമയാകട്ടെ എന്തൊക്കെ സാധനങ്ങളും എടുത്ത് നേരെ ഒരു ബീച്ചിന്റെ സൈഡിലേക്ക് പോകും. എന്നിട്ട് അവന്റെ അച്ഛന്റെ ചിതാഭസ്മം വെടിമരുന്നിലേക്ക് ഇട്ട് അവൻ ആകാശത്തേക്ക് പൊട്ടിക്കും. അവന്റെ അച്ഛന്റെ ആഗ്രഹം പോലെ തന്നെ ആ ചിതാഭസ്മം അവൻ ആകാശത്ത് പറപ്പിച്ചു എന്നിരിക്കുമ്പോഴാണ് അവൻ പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നത്. ശിവോണിനെ കാണുവാനില്ല എന്നായിരുന്നു ആ ഫോൺ കോൾ. അങ്ങനെ ആകെ ടെൻഷനായി അവർ എല്ലാവരും ഓരോ സ്ഥലങ്ങളിൽ അന്വേഷിക്കാൻ തുടങ്ങി. എന്നാൽ എവിടെയൊക്കെ അന്വേഷിച്ചിട്ടും ശിവോണി കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞില്ല. അങ്ങനെ അവസാനം അവർ നേരെ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് വരുമ്പോഴാണ് ശിവോണി അവരുടെ വീട്ടിൽ നിൽക്കുന്നത്. സാൻമയ ഓടിച്ചെന്ന് അവളെ കുറെ വഴക്ക് പറയും. നീ ഇത് ആരോടും പറയാതെ എങ്ങോട്ട് പോയതാണെന്നും പറഞ്ഞു. ഇതെല്ലാം കേട്ട് ശിവോണി കരഞ്ഞുകൊണ്ട് സാൻമയോട് പറയും, എന്റെ അച്ഛന്റെ പേര് സാൻമയ് എന്നാണെന്നും അതുകൊണ്ട് തന്നെ ഈ വീടും അഡ്രസ്സും ഒന്നും ഞാൻ ഒരിക്കലും മറക്കില്ലെന്നും. സാൻമയ് നീയാണ് എന്റെ അച്ഛൻ എന്നും പറഞ്ഞ് അവൾ അവനെ കെട്ടിപ്പിടിച്ച് കരയും. ഇനി ഒരിക്കലും ഞാൻ നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് സാൻമയ് അവളോട് പറയും. സാൻമയുടെ രണ്ട് ഫ്രണ്ട്സിന്റെയും കല്യാണ രജിസ്ട്രേഷൻ കഴിഞ്ഞു എങ്കിലും ഫംഗ്ഷൻ ഇതുവരെ നടത്തിയില്ലായിരുന്നു. അങ്ങനെ അവിടെ ഫംഗ്ഷൻ നടക്കുവാണ്. അപ്പോഴാണ് ശിവോണിയുടെ അമ്മ ശിവോണിയുടെ സാധനങ്ങളുമായി അങ്ങോട്ടേക്ക് വരുന്നത്. തന്റെ മകൾ ഒരിക്കലും തന്റെ കൂടെ വരില്ലെന്ന് മനസ്സിലാക്കി അവർ തിരിഞ്ഞു നടക്കുമ്പോഴാണ് സാൻമയ് അവരോട് ചോദിക്കുന്നത്, നീയും ഞങ്ങളുടെ കൂടെ ഇവിടെ കൂടുന്നോ എന്ന്. ഇത് കേട്ടതും അവർക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ ശിവോണിയുടെ അമ്മയും അവരുടെ കൂടെ കൂടി. ഇത്രയും കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.